രാജാവിനെ പോലെ തലയെടുപ്പോടുകൂടി നമ്മുടെ ആനവണ്ടി ഇതാവുന്നു. ചാത്തന്നൂരിനാണ്. ചാത്തന്നൂർ തുടങ്ങുന്ന സർവീസാണ്. ഇതൊക്കെയാണ് ബസ്സിലെ യാത്രക്കാർ. അവിടെ നിന്ന് ടിക്കറ്റൊക്കെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഇന്ന് നിൽക്കുന്നത് പൂതക്കുളത്താണ്, പരവൂര് പൂതക്കുളം. അപ്പോൾ ഇവിടെ ഇന്ന് വൃശ്ചികം 1 ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവർക്കും അറിയാം, വൃശ്ചികം 1 ഭയങ്കര വിശേഷമുള്ള പൂജകളും കാര്യങ്ങളും ദീപാരാധനയൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ പൂതക്കുളം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. അപ്പോൾ ഇവിടെ നിന്ന് ഇന്ന് മുതൽ ഇവിടുത്തെ ഈ ഒരു പുഷ്പാഭിഷേകം നടന്ന് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നിന്ന് ആ ഒരു സമയത്ത് പമ്പയിലേക്ക് ബസ്സുണ്ട്. അപ്പോൾ അത് പരവൂരിൽ നിന്ന് പുഴിക്കരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പരവൂര് വന്ന് അതുവഴി ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരെയും കൂട്ടി പമ്പയ്ക്ക് പോകുന്ന ഒറ്റ ബസ്സാണ്. അത് വൃശ്ചികം 1 ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. അങ്ങനെ നമ്മുടെ പമ്പ ബസ് ഇതാ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഡെക്കറേഷൻ ചെയ്യുവാണ്. നമ്മുടെ പൂതക്കുളം മണ്ണിൽ നിന്നും ഒറ്റ ബസ് പമ്പയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉപകാരമാവും. പരവൂരിൽ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പൂതക്കുളത്തെത്തി. ഈ വണ്ടി ഒരു 7:30 ആയപ്പം പൂതക്കുളത്തെത്തി. ഇപ്പോൾ ഇവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. പൂതക്കുളം ടു പമ്പ എന്ന് ഉള്ള സ്റ്റിക്കറൊക്കെ ഇവിടെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആദരിക്കലുണ്ട്. നമ്മുടെ ബസ്സിലെ ജീവനക്കാരെ, കണ്ടക്ടറേയും ഡ്രൈവറെയൊക്കെ കണ്ടില്ലേ, തോർത്തിട്ട് ഇങ്ങനെ ആദരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ സ്റ്റിക്കർ ഇതാ റെഡിയാക്കി കേട്ടോ. അതിപ്പോൾ അവിടെ ഒട്ടിക്കാൻ പോവുകയാണ് ബസ്സിൻ്റെ ഫ്രണ്ടിൽ. പൂതക്കുളം ക്ഷേത്രം ടു പമ്പ എന്ന്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. കണ്ടക്ടർ ഉണ്ടത്, ഇതാണ് നമ്മുടെ കണ്ടക്ടറേണ് ഇപ്പം ആദരിക്കുന്നത്. തോർത്തൊക്കെ ഇങ്ങനെ കൊടുത്ത് ആദരിക്കുകയാണ്. ഇതാണ് ഈ ഒരു ബസ്സിൻ്റെ ആകാം, കണ്ടില്ലേ. ഒരു ഏത്തക്കൊലയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കണക്ക് ഏത്തക്കൊലയൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർക്ക് കഴിക്കാനായിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ അകത്താണ് ഇരിക്കുന്ന. നല്ല കിടിലം ബസ് കേട്ടോ, പുതിയ ബസ്സാണെന്ന് തോന്നുന്നു. ഹായ് ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഇവിടെ പൂതക്കുളം. പൂതക്കുളം ഇവിടെ നിന്ന് കയറിയാണ്? അല്ല, പുഴിക്കരന്ന്. ഞാൻ പുഴിക്കരന്ന് കയറി. ഓക്കെ. പുഴിക്കരന്ന് ടിക്കറ്റ് അവർ തന്നെയുണ്ട്. കഴിഞ്ഞ വർഷം അല്ലെ ഇതിന് മുമ്പാകണം ഇതേ കണക്ക് ബസ്സിൽ പോയിട്ട്? കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇതേ ഫസ്റ്റ് ബസ്സിൽ പോയി. ഇവിടെ നിന്ന് ഈ ബസ്സിൽ തന്നെ. സുഖയാത്ര. യാത്രയൊക്കെ സുഖയാത്ര. സുഖയാത്രയാണ്. അപ്പോൾ ഏതായാലും ഹാപ്പി ജേണി. സ്വാമി ശരണം. ഞാൻ ഈ സ്ഥലം പരവൂര്, അവിടെ നിന്ന് കയറി പുഴിക്കരന്ന് തന്നെ കയറി. ചേട്ടൻ അവിടെ നിന്ന് തന്നെ പുഴിക്കര പിറ്റിങ്ങൽ അമ്പലത്തിൽ നിന്ന് കയറി. ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. സ്വാമിയേ ശരണമയ്യപ്പോ, ശരണമയ്യപ്പോ, ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പമ്പ ആ ഒരു സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചു. ബസ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആദരിക്കൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിനകത്ത് പുഷ്പാഭിഷേകം തുടങ്ങാനുള്ള സമയമായപ്പം അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഇന്ന് തൊട്ട് പുഷ്പാഭിഷേകവും ഉണ്ട്. നല്ല തിരക്കാണ്, കണ്ടില്ലേ. നല്ല ഒരു ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇവരൊക്കെ ഇപ്പം കയറാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ ഉടൻ തന്നെ കയറ്റി വിട്ട് തുടങ്ങും. അകത്തോട്ട് ആൾക്കാരെയൊക്കെ നല്ല ക്യൂ ഉണ്ട്. ഇപ്പം വൃശ്ചിക മാസം ആകുമ്പോഴേ നമുക്കറിയാമല്ലോ, ഈ ശാസ്താക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സമയമാണ്. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ പുഷ്പാഭിഷേകം ഫസ്റ്റ് ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 2 സൈഡിലായിട്ടാണ് ക്യൂ ഉള്ളത്. അപ്പം ഒരു സൈഡിൽ നിന്ന് ആൾക്കാരെ കടത്തി വിടുമ്പോൾ മറ്റേ സൈഡിൽ കയറ് കെട്ടി അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തും. അങ്ങനെ ഈ സൈഡിൽ നിന്ന് കുറേ പേരെ വിട്ടതിന് ശേഷമാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വിടുന്നത്. കണ്ടില്ലേ, ഇവരൊക്കെ കയറുമ്പോഴത്തേക്കും മറ്റേ സൈഡ് കയറ് കെട്ടി ക്യൂ സ്റ്റോപ്പ് ചെയ്ത് നിർത്തും. എങ്കിലും നല്ല ഫാസ്റ്റായിട്ടാണ് പോകണം കേട്ടോ. ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് മൊത്തം ആൾക്കാരും ദർശനം കണ്ട് തീരും. ആ ഒരു രീതിക്ക് നല്ല ഫാസ്റ്റായിട്ട് കയറ്റി വിടുന്നുണ്ട് എല്ലാവരും. കൊച്ചു കുട്ടികളടക്കം മുതിർന്നവരും എല്ലാവരും ഒത്തുകൂടുന്ന ഒരു പറമ്പാണ് നമ്മുടെ പൂതക്കുളം. ചാത്തന്നൂർ തുടങ്ങുന്ന സർവീസാണ്. നേരെ പുഴിക്കര ക്ഷേത്രം പോയി, പുഴിക്കരയിൽ നിന്ന് പുറ്റിങ്ങൽ ക്ഷേത്രം, അവിടെ നിന്ന് കോട്ടയംകോണം ക്ഷേത്രം, അവിടെ നിന്ന് പൂതക്കുളം ക്ഷേത്രം, പൂതക്കുളത്ത് നിന്ന് ചിറക്കര ക്ഷേത്രം, അവിടെ നിന്ന് ശ്രീ മൂന്നാമ ക്ഷേത്രം ചാത്തന്നൂർ, അവിടെ നേരെ കൊട്ടൻ ഗണപതി അമ്പലം വഴി നേരെ കൊട്ടാരക്കര, പത്തനംതിട്ട, പമ്പ നേരെയാണ്. എല്ലാ ദിവസവും വൈകിട്ട് 6:45 പരവൂർ പുഴിക്കര വരും. ദിവസം ഉണ്ടായിരിക്കും. പിന്നെ റിസർവേഷൻ സൗകര്യമുണ്ട്. എൻ്റെ KSRTC ആപ്പിലൂടെ സീറ്റ് റിസർവ് ചെയ്യാം. 243 രൂപയാണ് ടിക്കറ്റ് ചാർജ് പരവൂരിൽ നിന്ന് പമ്പയ്ക്ക്.
പൂതക്കുളം ക്ഷേത്രം വഴി പമ്പയിലേക്ക് ഈ ബസ് സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ നാട്ടുകാർക്ക് അതുകൊണ്ടുള്ള ഗുണം വളരെ വലുതാണ്. ചെറിയ തുകയ്ക്ക് ദർശനത്തിന് പോയിട്ട് വരാൻ കഴിയുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഒരു പുതിയ അറിയിപ്പ് കിട്ടിയിരിക്കുന്നു. 40 കുറയാതുള്ള ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ബസ് അല്ലാതെ അയച്ചു തരാമെന്ന് പറയുന്നു. അയ്യപ്പന്മാരുടെ 40 കുറയാതെയുള്ള ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ബസ് പറയുന്ന സ്ഥലത്ത് വരുമെന്ന് KSRTC അറിയിച്ചിരിക്കുകയാണ്. KSRTCയുടെ ഈ വലിയ കാര്യത്തിന് അംഗീകാരവും അതോടൊപ്പം പൂതക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിൻ്റെയും ഞങ്ങളെ ഈ നാട്ടുകാരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി ചാത്തന്നൂർ ഡിപ്പോയ്ക്കും KSRTCയിലെ ജീവനക്കാർക്കും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു നന്ദി അറിയിപ്പായിട്ട് കണക്കൂട്ടും. അങ്ങനെ നമ്മുടെ ബസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടെ നിന്ന്. കണ്ടില്ലേ, നമ്മുടെ ബസ് മാലയൊക്കെ ഇട്ട് സെറ്റാക്കി കണ്ടില്ലേ. ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും അവിടെ നിന്ന് അവിടുത്തെ മാല ഈ ബസ്സിലിങ്ങനെ ഫ്രണ്ടിൽ കിട്ടും. അങ്ങനെ നമ്മുടെ ബസ് ഋഷി-1 ഈ വർഷത്തെ ഫസ്റ്റ് യാത്ര പൂതക്കുളം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നു. സൂപ്പർ സുഖയാത്രയാണ് കേട്ടോ KSRTC. അങ്ങനെ നമ്മുടെ ബസ് പോവുകയാണ്. ഇവിടെ നിന്ന് നേരെ ചാത്തന്നൂർ ചെന്നിട്ട് അവിടെ നിന്നാണ് പോകുന്ന കൊട്ടാരക്കര വഴി പമ്പ, നേരെ പമ്പ.